അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ ഒരു വാർത്ത കേൾക്കുന്നു. ആ നാട്ടിൽ തൻ്റെ അയൽവാസിയുടെ ഒരു ആടിനെ ആരോ മോഷ്ടിച്ചു, ആരാ കട്ടുകൊണ്ടുപോയി എന്നുള്ളൊരു വിവരം ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഇത് കേട്ടപാടെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അന്വേഷിക്കുകയാണ്, ഏകദേശം ഒരു ആടിന് എത്ര പ്രായമുണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് അതിനെക്കുറിച്ച് വിവരമുള്ളവർ പറഞ്ഞു, 6-7 കൊല്ലമാണ് ഒരു ആടിൻ്റെ പ്രായം. ആ വിഷയം, ആ വിവരം കേൾക്കലോടുകൂടെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നു, ഇനി 7 കൊല്ലം ഞാൻ ആട്ടിറച്ചി തിന്നുകയില്ല, ഞാൻ തൊടുകയില്ല എന്ന് അവിടെ നിന്ന് തീരുമാനിക്കുകയാണ്. ഈ തീരുമാനം കേട്ടപ്പോൾ അവിടെയുള്ളവർ, കൂട്ടുകാർ, തൻ്റെ കുടുംബക്കാർ, വീട്ടുകാർ ചോദിച്ചു, അല്ല നിങ്ങളെന്തേ 7 കൊല്ലം ഇനി ഞാൻ ആട്ടിറച്ചി തിന്നുകയില്ല എന്നുള്ള തീരുമാനം എടുക്കാനുള്ള കാരണം എന്തേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അതെ, എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ആടിനെ മോഷ്ടിച്ചു എന്നല്ലേ ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ അറിയാതെ ആ മോഷ്ടിക്കപ്പെട്ട ആട് എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു വയ്യിലായിട്ട് എൻ്റെ മുമ്പിൽ ആ ആട്ടിറച്ചി എത്തിയാലോ, അത് ഞാൻ കഴിച്ചാലോ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹറാമിയത്തായൊരു ഭക്ഷണം മോഷ്ടിക്കപ്പെട്ടവർ ആട്ടിറച്ചി തിന്നതുപോലെ ആയി പോകുമല്ലോ എന്ന് പേടിച്ചിട്ടാണ്, ഭയന്നിട്ടാണെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ തീരുമാനം പറയുകയാണ്. നോക്ക്, എന്തൊരു സൂക്ഷ്മതയാണ് ഇവിടെ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആടിനെ മോഷ്ടിച്ചിട്ടില്ല. അല്ലാതെ തന്നിൽ മുമ്പിൽ വരുന്നതൊക്കെയും അങ്ങനെ ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ അത്രമാത്രം പേടിയാണ്, അത്രമാത്രം സൂക്ഷ്മതയാണ്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്ക് ഹറാമിയത്താണെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും നാം ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ എത്രയോ ഹറാമിയത്ത് കലർന്നിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അതൊന്നും നമുക്ക് സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതാണ് നമ്മുടെയും അവരുടെയും ഈമാനിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. അതേ, അവർ ഇത്രമാത്രം വലിയ സ്ഥാനങ്ങൾ കൈവരിക്കാനുള്ള കാരണം അവരുടെ ഇത്തരത്തുള്ള സൂക്ഷ്മതയാണ്, ഇത്തരത്തുള്ള തഖ്വയുള്ള ജീവിതയാണെന്ന് വളരെ ഗൗരവത്തോടു കൂടെ നാം കാണണം. ഇത്ര വലിയൊരു സൂക്ഷ്മതയുടെ, ഇത്ര വലിയ തഖ്വയുള്ള ജീവിതമൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിലും വളരെ ഗൗരവത്തോടു കൂടെ നാം കാണണം. അതേ, ഹറാമിയത്താണെന്ന്, അതേ, നമ്മുടെ പള്ളയിൽ കയറ്റുന്ന ഭക്ഷണങ്ങളൊക്കെയും ഇത് ഹലാലാണോ, ഞാൻ തിന്നത് ഹലാലാണോ, ഞാൻ സമ്പാദിക്കുന്നത് ഹലാലാണോ, എൻ്റെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നത് ഹലാലാണോ എന്ന്, എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഭക്ഷിപ്പിക്കുന്നത് ഹലാലാണോ അല്ലെങ്കിൽ ഹറാമാണോ എന്ന് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിച്ചിട്ടേ നാം ഏതൊരു ഭക്ഷണം നാം കഴിക്കലോ അല്ലെങ്കിൽ കഴിപ്പിക്കലോ വളരെ ഗൗരവത്തോടു കൂടെ ആ വിഷയം ഗൗരവത്തോടു കൂടെ കാണണം. അല്ലാതെ ഹറാമൊന്നും നോക്കേണ്ടതില്ല, ഹലാലൊന്നും നോക്കേണ്ടതില്ല. അതൊന്നും നോക്കിയാൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തോടുകൂടെ ഹലാലുമാവട്ടെ ഹറാമുമാവട്ടെ എനിക്കൊന്ന് സുഖിച്ച് ജീവിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ജീവിതമെന്ന് ആ രീതി നാം ജീവിക്കുകയാണെങ്കിൽ അതേ, നാം ഖേദിക്കേണ്ടി വരും, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അതേ, കുറച്ച് കഷ്ടപ്പെട്ട്, കുറച്ച് സബുറെടുത്ത്, അതേ, കുറച്ച് അള്ളാഹുവിന് വേണ്ടി തഖ്വ ചെയ്ത് നല്ല ഈമാനോട് കൂടെ ജീവിച്ചാൽ തീർച്ചയായും അതോടുകൂടെ നാം നേടിയെടുക്കുന്നത് റബ്ബിൻ്റെ പൊരുത്തമാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അതൊരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. ഇവിടെ കിട്ടുന്ന ദുനിയാവിൻ്റെ ചെറിയ സുഖത്തിന് വേണ്ടി, ചെറിയ ആ ആഡംബരത്തിന് വേണ്ടി എല്ലാം മറക്കുന്നൊരു ജീവിതം ഒരിക്കലും നമ്മരത് ആയിപ്പോകരുത്. നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു
കൊല്ലം പിന്നീട് ആട്ടിറച്ചി ഭക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം അവർ കഷ്ടപ്പെട്ടു, എത്രമാത്രം അവർ ത്യാഗം ചെയ്തു. അവരൊന്ന് ചിന്തിക്കാമായിരുന്നല്ലോ, ഞാൻ കട്ടിട്ടില്ല, ഞാനല്ലല്ലോ അത് കട്ടത്, ഇനി എൻ്റെ മുമ്പിൽ വരുന്ന ഭക്ഷണമൊന്നും അത് ആകണമെന്നില്ലല്ലോ, അത് ആരോ കട്ടുപോയി, ആരോ ഭക്ഷിച്ചു, അവൻ നോക്കിയാൽ പോരെ, എനിക്ക് എൻ്റെ അടുക്കൽ അത് എത്തൂലല്ലോ എന്ന് ചിന്തിച്ച് അവിടെ നിന്ന് ന്യായം പറഞ്ഞ് അവിടെ നിന്ന് അതൊന്ന് വൈവാവാൻ നോക്കിയതല്ല. അതാണ് സൂക്ഷ്മതയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ, തഖ്വയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ എന്തിനവർ ചെയ്തു? റബ്ബിൻ്റെ പൊരുത്തമാണ്, റബ്ബിൻ്റെ ഇഷ്ടമാണ്. അതേ റബ്ബിൻ്റെ ഇഷ്ടമാണ് നമ്മെ നിയന്ത്രിക്കുന്നെങ്കിൽ പിന്നെ ഒന്നും ത്യജിക്കാൻ മടിക്കുകയില്ല, ഒന്നും ഒഴിവാക്കാൻ നമുക്ക് ഒരു വിഷമമുണ്ടാകൂല. അതാണ് റബ്ബും അവരുമായിട്ടുള്ള വലിയ ബന്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതം ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം അവൻ നന്നാക്കി തരുമാറാവട്ടെ. സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.